സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഹരിനാമ കീർത്തന പഠനം നമ്മൾക്ക് പുനരാരംഭിക്കാം. 16ാമത്തെ പദ്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. നമ്മൾക്ക് അതിനുശേഷമുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എഴുത്തച്ഛൻ്റെയും ഗുരുപരമ്പരയുടെയും ഭഗവാൻ നാരായണൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. 17ാമത്തെ ശ്ലോകം. ഈ വണ്ണ മോഹം അകലെ പോവതിന്നു പുനരീവണ്ണമുള്ളൊരു ഉപദേശങ്ങൾ ഇല്ല ഉലകിൽ. ജീവന്നു കൃഷ്ണഹരി ഗോവിന്ദരാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമ. ഇങ്ങനെയാണ് 17ാം ശ്ലോകം. ഇതിനു മുമ്പ് വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനെ വിരാട് പുരുഷനായ സർവവ്യാപിയായ പരമാത്മാവായി കണ്ടുകൊണ്ട് അങ്ങ് കാരണമാണ് സൂര്യചന്ദ്രന്മാർ പ്രകാശിക്കുന്നത്, ഇന്ദ്രൻ മുതലായ ദേവതകൾ അവയുടെ ധർമ്മം ചെയ്യുന്നത്, ആ അങ്ങിൽ നിന്നുമാണ് ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നത്. അങ്ങയെ ഞാൻ പ്രണവമായ ഓങ്കാരമായ മൂലാക്ഷരമായി കണ്ട് നമസ്കരിക്കുന്നു. അതിൽ നിന്നും ഞാൻ ഈ അക്ഷരമാല ക്രമപ്പെടുത്തി അതിൽ നിന്ന് ഓരോ അക്ഷരങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് ഈ ഹരിനാമ കീർത്തനം എന്ന സ്തുതി അങ്ങയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു എന്നതായിരുന്നു മുൻപുള്ള പദ്യങ്ങളിൽ എഴുത്തച്ഛൻ വിവരിക്കുന്നത്. അതിനായി എനിക്ക് കരുണയോടുകൂടി പ്രാർത്ഥിക്കുന്നു, അങ്ങേ എനിക്ക് അനുഗ്രഹം നൽകണേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമ്മൾക്ക് ശ്രവിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഈ വണ്ണമോഹമകലെപ്പോവതിന്നു പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളില്ലുലകിൽ. ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദരാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമ. ഈ വണ്ണമോഹമകലെപ്പോവതിന്നു പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളില്ലുലകിൽ. ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദരാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമ. അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. ആ നമസ്കാരങ്ങൾ എന്തൊക്കെയാണ് ആ നമസ്കാരത്തിൽ എഴുത്തച്ഛൻ അർപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ നാരായണ, അല്ലയോ ഹരി ഗോവിന്ദ, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം.
ഞാൻ ഏതവസ്ഥയിലാണ് ഇപ്പോൾ? ഈ വണ്ണ മോഹം അകലെ പോവതിന്നു. ഈ വന്ന മോഹം അകലെ പോവതിന്നു. ഈ വന്ന മോഹം അകലെ പോവതിന്നു പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളിലുലകിൽ. ഈ വന്ന മോഹം, അതായത് ഈ വന്ന മോഹം എന്ന് വെച്ചാൽ ഈ മായ മൂലം എനിക്ക് ഉണ്ടായിരിക്കുന്ന മോഹം, അജ്ഞാനം. ഭഗവാൻ മായാസഹിതനായി സൃഷ്ടിയെ നടത്തി എന്ന് നമ്മൾ മുൻപുള്ള പദ്യങ്ങളിൽ കണ്ടിരുന്നു അല്ലേ? മഹാമായ തന്നെ എന്നുള്ള വാക്കുകൾ എഴുത്തച്ഛൻ ഉപയോഗിച്ചിരുന്നു. അത് ആ മായ മൂലം ഭഗവാൻ സൃഷ്ടിയെ നടത്തി സത്വരജസ്തമോ ഗുണങ്ങളെ ഭഗവാൻ സൃഷ്ടിക്ക് ക്രമികമായി ഉൾപ്പെടുത്തി അതിൻ്റെ ഫലമായി പ്രപഞ്ച സൃഷ്ടി, ലോകസൃഷ്ടി, ബ്രഹ്മാണ്ഡ സൃഷ്ടിയൊക്കെ ഉണ്ടായതായി നമ്മൾ കണ്ടിരുന്നു. ആ സൃഷ്ടിയുടെ ഭാഗമാണ് ഞാനും. ആ പ്രപഞ്ച സൃഷ്ടിയിൽ ഒരു ജീവനാണ്, ഒരു അണുവാണ് ഞാൻ എന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഞാനും എന്തിൻ്റെ ഭാഗമാണ്? മായയുടെ തന്നെ ഭാഗമാണ്. ഈ മായ കൊണ്ട് ഇതൊക്കെ സത്യമാണെന്ന് ഞാൻ തോന്നുകയാണ്. ഞാൻ എന്ന വ്യക്തി, ഞാൻ ജീവിക്കുന്ന ഈ ചുറ്റുപാട്, ഈ പ്രകൃതി, പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഓരോ സുഖദുഃഖങ്ങൾ, ഇതെല്ലാം ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്നത്? അജ്ഞാനം. യഥാർത്ഥത്തിൽ ഇത് അജ്ഞാനമാണ്. മായ കൊണ്ട് ഭ്രമിപ്പിക്കുകയാണ് എന്നെ ഈ പ്രകൃതിയും ഇത് സത്യമാണ് എന്ന്. ഞാൻ ഈ കാണുന്നതൊക്കെ സത്യമാണ്. അതിൽ ഞാൻ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ സത്യമാണ്, പ്രാരബ്ധങ്ങൾ സത്യമാണ്, പുണ്യപാപങ്ങൾ സത്യമാണ്. ഇവയെല്ലാം സത്യമാണെന്ന് മോഹത്തിൽ ആണ്ട് കിടക്കുകയാണ്. ഈ ചെളിയിൽ നിന്നും ഞാൻ ഓരോ ദിവസവും താഴേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഭഗവാനെ, അങ്ങ് എന്നെ ഈ മോഹമുദ്ഗരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ് എഴുത്തച്ഛൻ ഇവിടെ ചെയ്യുന്നത്. ദയവായി എൻ്റെ നമസ്കാരങ്ങൾ കരുണയോടെ ഭഗവാനെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് എന്നെ ഈ അജ്ഞാനത്തിൽ നിന്നും കൈപിടിച്ച് അങ്ങിൽ ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വന്ന മോഹം അകലെ പോവതിന്, ഈ മായയാകുന്ന അജ്ഞാനം മൂലം ഉണ്ടാകുന്ന മോഹം അകലെ പോവുക, അതായത് ഒഴിവാക്കുന്നത്, അതിൽ നിന്നും രക്ഷ നേടുന്നതിന് ഞാൻ എന്താ ചെയ്യുന്നത്? പുനരീവണ്ണ, പുനഃ വീണ്ടും, ഈ വണ്ണമുള്ള ഉപദേശങ്ങൾ ഇല്ല ഉലകിൽ എന്ന് അടുത്ത വരിയിൽ പറയുകയാണ്. ഈ വണ്ണമുള്ള ഉപദേശങ്ങൾ ഇല്ല ഉലകിൽ, അതായത് ഇപ്രകാരമുള്ള മറ്റു ഉപദേശങ്ങൾ ഈ പ്രപഞ്ചത്തിനില്ല. എനിക്ക് മനസ്സിലാക്കുന്നു ഭഗവാനെ, ഞാൻ അജ്ഞാനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അജ്ഞാനം കൊണ്ട് ഈ മോഹം എന്നെ ഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദയവായി ഈ മായയാകുന്ന മറ എന്നിൽ നിന്നും നീക്കി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ വണ്ണമുള്ള മോഹമകലെ പോവതിന്നും പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളിൽ ഉലകിൽ. ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ. ഈ ജീവന്, അതായത് ഈ വെറുമൊരു അണുവായ ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവാത്മാവായ 84 ലക്ഷം യോനികളിൽ കൂടെയാണ് ഓരോ ജീവാത്മാവും കടന്നു പോകുന്നത് എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അതിൽ ഒരു മനുഷ്യ ജീവനായി ഞാൻ ഈ പ്രപഞ്ചത്തിൽ അമ്മയുടെ ഗർഭ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വന്ന് അന്നു മുതൽ ഞാൻ അജ്ഞാനിയാണ്. ആ അജ്ഞാനിയായ ജീവന് ഭഗവാനെ, എനിക്ക് ഇതിൽ നിന്നും രക്ഷ നേടണം. ഇനിയൊരു ജീവിതം വേണ്ട. കാരണം ഏതൊക്കെ ജീവിതം എടുത്തോ അവിടെയൊക്കെ ഞാൻ ദുഃഖം മാത്രമാണ് എനിക്ക് പരിണിതമായ ഫലം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി ഭഗവാനെ എന്നെ ഈ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് രക്ഷയാണ് വേണ്ടത്?
ആ രക്ഷയ്ക്കായി എന്ത് പ്രാർത്ഥനയാണ് നടത്തുന്നത്? ജീവന്നു, അതായത് ഈ ജീവാത്മാവായ എനിക്ക് മനുഷ്യ ശരീരം ലഭിച്ച ഈ എഴുത്തച്ഛൻ എന്ന പേരോടുകൂടി ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് ജനിച്ച ഈ ജീവാത്മാവായ ഞാൻ എന്ന് എഴുത്തച്ഛൻ പറയും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നാം ആകുന്ന ജീവാത്മാക്കൾക്ക് രക്ഷ നേടണമെങ്കിൽ, ദുഃഖത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ എന്താണ് വേണ്ടത്? കൃഷ്ണ ഹരി ഗോവിന്ദ രാമ, കൃഷ്ണ ഹരി ഗോവിന്ദ രാമ ഇത്യാദി നാമങ്ങൾ, ഇതെല്ലാം ഭഗവാന്റെ പര്യായങ്ങളാണ്. ആ പരമ്പൊരുളിൻ്റെ സാക്ഷാൽ ജഗത് കർത്താവായ നാരായണൻ്റെ പര്യായങ്ങളാണ്. ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുത്തപ്പോൾ ആ അവതാരങ്ങൾക്ക് അനുയോജ്യമായ ഓരോ നാമങ്ങൾ ഭഗവാൻ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണനായി അവതരിച്ചപ്പോൾ അല്ലേ, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ആ രൂപം കൈക്കൊണ്ടപ്പോൾ കൃഷ്ണനെന്നും, ആ അജ്ഞാനത്തെ ശത്രുക്കളെ നശിപ്പിക്കുമ്പോൾ, അധർമ്മിയെ നശിപ്പിക്കുമ്പോൾ ഭഗവാൻ ഹരി എന്ന നാമം കൈക്കൊണ്ടു അല്ലേ. ജ്ഞാനപ്രകാശകനായിരിക്കുമ്പോൾ ഗോവിന്ദൻ എന്ന നാമം, രാമൻ എന്ന നാമം, ഇതൊക്കെ ഓരോ യുഗങ്ങളിൽ ഓരോ അവസ്ഥകളിൽ ഭഗവാൻ കൈക്കൊണ്ട രൂപങ്ങളാണ് ഈ നാമങ്ങളെല്ലാം. ഭഗവാനെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഭഗവാന്റെ നാമമാണ്, ഭഗവാന്റെ പല അവതാരങ്ങളാണ് ഇതെല്ലാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ നാമങ്ങളിൽ ഏതെങ്കിലുമൊക്കെ, ഇനി ഇവിടെ സൂചിപ്പിക്കാത്ത പല നാമങ്ങളും ഭഗവാന് അല്ലേ, സഹസ്രനാമങ്ങളുടെ അധിപനാണ് ഭഗവാൻ. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നാമം എൻ്റെ നാവിൽ, ഈ നാമങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യണം? തിരുനാമങ്ങൾ ഒന്നൊഴികെ, ഈ നാമങ്ങൾ അല്ലാതെ, അതാണ് തിരുനാമങ്ങൾ ഒന്നൊഴികെ, ഭഗവാനെ ഈ തിരുനാമങ്ങളല്ലാതെ കൃഷ്ണനെന്നും നാരായണനെന്നും ഹരിയെന്നും ഗോവിന്ദനെന്നും രാമനെന്നും ഇത്യാദി നാമങ്ങളല്ലാതെ, ഒന്നൊഴികെ അല്ലാതെ മറ്റൊരു ഉപദേശങ്ങളും എനിക്ക് വേണ്ട. അതൊന്നുമില്ല. കാരണം ഈ നാമങ്ങൾ എന്നെ ഏതിലേക്ക് നയിക്കും? നാമിയിലേക്ക്, ഭഗവാനിലേക്ക് നയിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഭാഗവതത്തിൽ നമ്മൾക്കെല്ലാം സുപരിചിതമായ ഒരു ഭാഗമുണ്ട്. ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഉപദേശിക്കുന്നു. നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കലിയുഗത്തിൽ അല്ലയോ ഭഗവാനെ, പല പല അനർത്ഥങ്ങളാണ് ലോകത്ത് നടക്കുന്നത്, എല്ലാവരെയും കലി ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇരുന്ന് ശാസ്ത്രം പഠിക്കുവാനോ വേദപാരായണം നടത്തുവാനോ ബ്രഹ്മവിദ്യ പഠിക്കുവാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഈ കലിയുടെ വിളയാട്ടം കൊണ്ട്, ഈ മായയാകുന്ന കലി എല്ലാവരെയും ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ കുറച്ചും കൂടെ എളുപ്പവും സുതാര്യവുമായ ഒരു മാർഗം പറഞ്ഞു തരണേ ലോകത്തിലുള്ള സജ്ജനങ്ങൾക്ക് വേണ്ടി. അവർക്കും ഭഗവാനെ പ്രാപിക്കുവാനായി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ ഉപദേശിച്ചതാണ്, അല്ലയോ നാരദ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം മാത്രം ഉരുവിട്ടാൽ മതി. ആ തിരുനാമങ്ങൾ ആരാണോ, ഏതൊരു ഭക്തനാണോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ നാമം ഉരുവിടുന്നത് അവർക്ക് സദ്ഗതി ഉണ്ടാകും, ഭഗവാന്റെ സാമീപ്യത്തിലേക്ക് അവർ ഉയരും, അവർ ഭഗവാനിലേക്കും എന്ന് ബ്രഹ്മാവ് ഉപദേശിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നമ്മൾക്കിവിടെ ഓർക്കാവുന്നതാണ്. ഭഗവാന്റെ നാമങ്ങൾ ആരാണോ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഉരുവിടുന്നത്, ഭഗവാനെ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് ഭഗവാൻ അജ്ഞാനമാകുന്ന മായയെ നീക്കി ഭഗവാനിലേക്ക് ഭഗവാൻ അടുപ്പിക്കും ആ സാധകരെ, സജ്ജനങ്ങളെ. അത് ഓർത്തുകൊണ്ട് ഇവിടെ നാരദ മഹർഷിയെയും ബ്രഹ്മാവിനെയുമൊക്കെ ഇവിടെ ഓർത്തുകൊണ്ട് എഴുത്തച്ഛൻ ഇവിടെ പറയുകയാണ്, ഈ നാമങ്ങളൊക്കെ, ഭഗവാന്റെ നാമങ്ങൾ ആര് ജപിക്കുന്നുവോ അവർക്ക് മോഹം
അകലെ പോവും, ദൂരത്തായിരിക്കും. മോഹം വന്നാലും അവരെ ബാധിക്കുകയില്ല മോഹം എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. നമ്മൾക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായി തിരുനാമങ്ങൾ ജപിക്കാം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. ഈ വന്ന മോഹമകലെപ്പോവതിന്നും പുനരീ വണ്ണമുള്ളൊരുപദേശങ്ങളിൽ ഉലകിൽ ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ, നാരായണായ നമ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. 18ാമത്തെ ശ്ലോകം. ഉള്ളിൽ കനത്ത മതമാത്സര്യം എന്നിവക ഉള്ളോരു കാലമിതമെന്നാകിലും വഴിയെ, ചൊല്ലുന്നതാരു തിരുനാമങ്ങളെന്നവനു നല്ലൂ ഗതിക്കു നാരായണായ, നല്ലൂ ഗതിക്കു വഴി നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളോരു കാലമിതം എന്നാകിലും വഴിയെ, ചൊല്ലുന്നതാരു തിരുനാമങ്ങളെന്നവനു നല്ലൂ ഗതിക്കു വഴി, നാരായണായ നമ. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളോരു കാലമിതമെന്നാകിലും വഴിയെ, ചൊല്ലുന്നതാരു തിരുനാമങ്ങളെന്നവനും നല്ലൂ ഗതിക്കു വഴി, നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശനം ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. എഴുത്തച്ഛൻ എന്താണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ, ഉള്ളിൽ അതായത് എൻ്റെ മനസ്സിൽ അല്ലയോ നാരായണ, കനത്ത, കനത്തെന്ന് വെച്ചാൽ വർദ്ധിച്ചു വരികയാണ്, അതാണ് കനത്ത എന്ന്, അതിശക്തമായിട്ട് എൻ്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാകുന്നു, ഈ മായ മൂലം അല്ലെങ്കിൽ അജ്ഞാനം മൂലം ഭഗവാനെ എനിക്ക് മതമാത്സര്യം എന്നിവകൾ, എന്നിവകൾ എന്ന് വെച്ചാൽ തുടങ്ങിയ വികാരങ്ങൾ, മതം മാത്സര്യം ഇത്യാദി ആസുരിക വികാരങ്ങൾ അല്ലെങ്കിൽ തമോ വികാരങ്ങളെല്ലാം ഭഗവാനെ എൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇതാണ് എഴുത്തച്ഛൻ്റെ മഹിമ. നമ്മൾക്ക് മതം മാത്സര്യം അല്ലെങ്കിൽ കാമം ക്രോധം ലോഭം ഇത്യാദി ദുഷ്വികാരങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആരുടെ അടുത്തും അത് പുറമെ പറയില്ല, പ്രകടിപ്പിക്കില്ല. ഭഗവാന്റെ അടുത്ത് പോലും നമ്മൾ അത് തുറന്ന് പറയാറില്ല, തുറന്ന് സമ്മതിക്കാറില്ല. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ എനിക്ക് അത് തരണേ ഇത് തരണേ എന്നാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ നമ്മൾക്ക് മാർഗനിർദ്ദേശം തരികയാണ് അദ്ദേഹത്തിലൂടെ. അദ്ദേഹത്തിന് മതം മാത്സര്യം ഇത്യാദി വികാരങ്ങളുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, അദ്ദേഹം എവിടെയോ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു മഹാത്മാവാണ്. അദ്ദേഹം നമ്മുടെ സ്വഭാവത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, നമ്മളിലുള്ള ഈ ദുഷ്വികാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാകും, അദ്ദേഹത്തിന് ആരോടും വിദ്വേഷമോ
ഒരു ദേഷ്യമോ കാമമോ ക്രോധമോ ലോഭമോ ഇത്യാദി ഒരു ആസുരിക വികാരങ്ങളും ഉള്ള ഒരു വ്യക്തിയെ അല്ലായിരുന്നു. അദ്ദേഹത്തിനെ ഒരുപാട് പേര് ആക്രമിക്കുകയും ഒരുപാട് ശരീര പീഡകളും മാനസിക പീഡകളും അനുഭവിച്ച വ്യക്തിയായിരുന്നു എഴുത്തച്ഛൻ. പക്ഷേ അദ്ദേഹം ആരോടും ഒരു പ്രതികാരവും വെച്ചു പുലർത്തിയ ആളേ അല്ലായിരുന്നു. അദ്ദേഹം പോലും പറയുകയാണ്, ഭഗവാനെ, എനിക്ക് ഈ മതമാത്സര്യാദി ആസുരിക വികാരങ്ങൾ വർദ്ധിച്ചു വരുന്നു എൻ്റെ മനസ്സിൽ, അത് മാറ്റിത്തരാനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം പറയുന്നത്, നമ്മൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു കലിയുഗത്തിൽ ഇങ്ങനെയുള്ള വികാരങ്ങൾക്കാണ് മനുഷ്യൻ മുൻതൂക്കം കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വികാരങ്ങളുടെ അടിമയാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. ഉള്ളൊരു കാലം ഇതം, ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളൊരു കാലമിതം എന്നാകിലും വഴിയേ. ഇങ്ങനെ ഉള്ളൊരു കാലം ഇത്, ഇവയെല്ലാം ഉള്ള കാലമാണ് ഇത്. മതമാത്സര്യാദി വികാരങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്ന മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അത് എന്നാകിലും, ഇവയൊക്കെ ഉണ്ട് എങ്കിലും, അതാണ് എന്നാകിലും വഴിയെ, എന്നുവരികിലും ഈ വികാരങ്ങൾക്കടിമകളായ മനുഷ്യൻ വസിക്കുന്ന കാലഘട്ടം എന്നുവരികിലും വഴിയെ എന്ന് വെച്ചാൽ വേണ്ട വിധത്തിൽ ചൊല്ലുന്നതാര്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ നടുക്കിരുന്നു കൊണ്ട്, അതായത് ഇങ്ങനെയുള്ള ആസുരി സ്വഭാവികളുടെ നടുക്കിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ആ വികാരങ്ങളുടെയൊക്കെ നടുക്കിരുന്നു കൊണ്ട് ആര് ചൊല്ലുന്നതാര്, തിരുനാമങ്ങൾ എന്നവന്. ചൊല്ലുന്നതാരു തിരുനാമങ്ങളെന്നവനു നല്ലു ഗതിക്കു വഴി നാരായണായ നമഃ. ആരാണോ ചൊല്ലുന്നതാര്, ആര് ചൊല്ലുന്നുവോ, എന്ത് ചൊല്ലുന്നു? തിരുനാമങ്ങൾ, അങ്ങയുടെ നാമങ്ങൾ, അങ്ങയുടെ സ്തുതികൾ. ഭഗവാനെ നാരായണ, എന്ത് തന്നെ മോശമായ സാഹചര്യത്തിൻ്റെ നടുക്കിരുന്നാലും ഭഗവാനെ മറക്കാതെ വിസ്മരിക്കാതെ ആരാണോ ഭഗവാന്റെ തിരുനാമങ്ങൾ ഉരുവിടുന്നത്, അത് മാനസികമായോ അല്ലെങ്കിൽ കായികപരമായോ ഇരുന്ന് ജപിക്കുന്ന, അതായത് മനസ്സിൽ നിശബ്ദമായിരുന്നു അല്ലെങ്കിൽ വാക്ക് പൂജകളാൽ ആരാണോ തിരുനാമങ്ങൾ ഭഗവാനെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അങ്ങയെ സ്മരിച്ചുകൊണ്ട് തിരുനാമങ്ങൾ ആരൊക്കെ ജപിക്കുന്നു അവർക്ക് എന്താണ് ഗതി? നല്ലു ഗതി. തിരുനാമങ്ങൾ എന്നവനു നല്ലു ഗതി. അന്നവന്, അപ്പോൾ അവന്, അതായത് ഇവിടെ അവരെന്ന് വെച്ചാൽ ഭക്തൻ, സാധകൻ, ഈ തിരുനാമങ്ങൾ ചൊല്ലുന്ന ആൾ എന്നാണ്. അവർക്ക് എന്താണ്? അന്ന് തന്നെ, അപ്പോൾ തന്നെ ആരാണോ എപ്പോഴും ഭഗവാനെ വിസ്മരിക്കാതെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ജീവിക്കുന്നത് അവർക്ക് എന്താണ്? നല്ലു ഗതി. അതായത് നല്ലു ഗതി എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗതി, ആ വഴി അവർക്ക് തുറന്നു കിട്ടും. ഏറ്റവും ശ്രേഷ്ഠമായ ഗതി എന്ന് വെച്ചാൽ മോക്ഷപ്രാപ്തി, ഭഗവാനുമായി ഏകീഭവിക്കുക എന്ന ഏറ്റവും സുഗമമായ പാത അവർക്ക് തുറന്നു കിട്ടും. അങ്ങനെ അവർ ആ മോക്ഷമാർഗത്തിലൂടെ സഞ്ചരിച്ച് വീണ്ടും ഒരു ജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിച്ചു അവർ ജീവൻ മുക്തരായി മാറും. അതിനായിക്കൊണ്ട് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, നല്ലു ഗതി ഉണ്ടാകുവാൻ ആരാണോ പ്രയത്നിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ തീവ്രമായ ആഗ്രഹത്തോടു കൂടി തിരുനാമങ്ങൾ ആരൊക്കെ ചൊല്ലുന്നുവോ അവർക്കൊക്കെ ഈ നല്ല ഗതി, മോക്ഷഗതി ലഭിക്കും എന്ന് പറയുന്നു.
ഇതും നമ്മൾക്ക് ഭാഗവതം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഭാഗവതം 12-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം മുതൽ കലിയുഗത്തിൽ മനുഷ്യർ മതമാത്സര്യങ്ങൾ കൂടിക്കൂടി വരുന്ന സമയമാണെന്നും അതിൽ നിന്നും രക്ഷ നേടുവാൻ തിരുനാമങ്ങൾ, ഭഗവത് നാമങ്ങൾ കീർത്തിക്കുക, ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുക, ഭഗവാന്റെ വിഭൂതികൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക, അതൊക്കെയാണ് ഏറ്റവും ഉചിതമായ മാർഗമെന്ന് 12-ാം സ്കന്ധത്തിൽ പറയുന്നു. അത് തന്നെ ഇവിടെ ഈ പദ്യരൂപത്തിൽ നമ്മൾക്കും എഴുത്തച്ഛൻ കാട്ടിത്തരികയാണ് ചെയ്യുന്നത്. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളൊരു കാലമിതം എന്നാകിലും വഴിയെ ചൊല്ലുന്നതാരു തിരുനാമങ്ങളെന്നവനു നല്ലു ഗതിക്കു വഴി. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമഃ. ബാക്കിയുള്ള ശ്ലോകങ്ങളിലേക്ക് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ തിരുനാമങ്ങൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി സ്മരിക്കുവാനും ജപിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.